ഹലോ, വെൽക്കം ടു എഫ് ജി ട്രേഡർ. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരു എൻട്രി ഉണ്ടായിരുന്നില്ല. അന്നൊരു മൊത്തം സൈഡ് വേസ് ആയിരുന്നു മാർക്കറ്റ്. നിഫ്റ്റി ആയാലും സെൻസെക്സ് ഒക്കെ എക്സ്പയറി ആയിരുന്നു. എക്സ്പയറിയിൽ വലിയൊരു മൂവ്മെൻ്റ് ഒന്നും പ്രതീക്ഷ ഉണ്ടായില്ല. അപ്പോൾ ചെറിയൊരു ഡൗൺ അത്ര തന്നെ. വേറെ വലിയ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല, വോളറ്റിലിറ്റി കാര്യങ്ങളൊന്നുമില്ല. സൈഡ് വേസ് പക്ക ഒരു സൈഡ് വേസ് അങ്ങനെ. അപ്പോൾ അതിനുശേഷം ഫിൻനിഫ്റ്റിയൊക്കെ നോക്കുകയാണെങ്കിലും ഫിൻനിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി എല്ലാം മാർക്കറ്റിൽ സൈഡ് വേസാണ്. വലിയ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റോക്കുകളിലായാലും ഏകദേശം ആ റേഞ്ചിൽ നിന്ന് സ്റ്റോക്കുകളിലും വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് സംഭവം ഇൻഡെക്സും അതുപോലെ നിന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയൊക്കെ നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആവറേജ് CPR എല്ലാം കൊണ്ടിട്ട് മിക്സായിട്ട് കണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നാളത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാകും, ഗ്യാപ്പ് അപ്പ് ഉണ്ടാകാനാണ് ചാൻസ്. അപ്പോൾ ഇന്ന് ഞാൻ നിഫ്റ്റിയിലായിരുന്നു മാക്സിമം ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മോർണിംഗ് ഒരു ട്രേഡ് ഇവിടെ നിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലേക്ക് എത്തും എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റേഞ്ചിൽ ആണ് പ്ലാൻ ചെയ്തത്, പക്ഷെ അത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം വീണ്ടും അത് ഡൗണിലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ച് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ സിമ്പിൾ ഇതായിട്ടുണ്ടായിരുന്നു. വലിയൊരു ചെറിയ മൂവ്മെൻറ്റിൽ ഒറ്റ ക്യാൻഡിലിൽ അത് ഡൗണിലേക്ക് വരും, അങ്ങനെ ഒരു ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ട്രേഡിങ് ഞാൻ ഒരു ഉച്ചയാകുമ്പോഴേക്കൊക്കെ ഞാൻ ട്രേഡിങ് നിർത്തിയിട്ട് എൻ്റെ വേറെ കാര്യങ്ങളൊക്കെ എൻഗേജഡായി. അപ്പോൾ ഇന്ന് എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ ലൈവ് സെക്ഷൻ എല്ലാം ഉച്ചയാകുമ്പോഴേക്ക് ഞാൻ ട്രേഡിങ് നിർത്തി, എല്ലാം ഉണ്ടായിരുന്നു നിർത്തിയിട്ട് വേണ്ട, ഇനിയിപ്പോൾ ട്രേഡിങ്ങും ഇല്ല, ഒന്നും ഉണ്ടാവില്ല, എനിക്ക് ഇന്നത്തെ മാർക്കറ്റ് ഒരു സുഖം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഞാൻ നിർത്തിയിട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം സൈഡ് വേസ് മണത്തുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു ഡൗണിലേക്ക് വന്നു. അതിനുശേഷം വീണ്ടും അതുപോലെ പോയിട്ട് പിന്നെയും സൈഡ് വേസ് ഉണ്ടായി. അപ്പോൾ അതാണ് ഇന്നത്തെ മാർക്കറ്റിൽ ഉണ്ടായത്. അപ്പോൾ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും എല്ലാ സെൻസെക്സൊക്കെ ഒന്ന് സെല്ലേഴ്സ് കോളമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മൊത്തത്തിൽ സെല്ലേഴ്സിന് എൻ്റെ ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെയൊക്കെ നമുക്ക് ബയേഴ്സിന് കോളായിരുന്നു. അപ്പോൾ ഇന്ന് സെല്ലേഴ്സിന് കോള്. ഇപ്പോൾ നാളെ നമുക്ക് ബയേഴ്സിന് കോളാവും. അപ്പോൾ അതുപോലെ തന്നെ മാർക്കറ്റ് എല്ലാ ദിവസവും ഓരോ ദിവസങ്ങളും ഓരോരുത്തർക്ക് കോൾ ഉണ്ടാക്കിയിട്ടേ പോവുള്ളൂ. അപ്പോൾ നമ്മൾ അതിൽ എന്താണ് ചെയ്യുന്നത്, എടുക്കുന്ന ടൈം നല്ല രീതിയിൽ എടുത്തിട്ട് ഇറങ്ങുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ നല്ല രീതിയിൽ റാലി എടുത്താണ്. നമുക്ക് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ വന്നു. ഏകദേശം ഞാൻ ഇവിടെ നിന്നൊക്കെ തന്നെയാണ് എൻട്രി എടുത്തത്. അതിനുശേഷം ഞാൻ ലൈവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് പോവും. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും കൊണ്ട് എൻട്രി എടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നേരെ ഞാൻ ടാർഗറ്റ് വെച്ചത് ഈ ഒരു റേഞ്ചിലാണ് ഞാൻ ടാർഗറ്റ് വെച്ചത്. പക്ഷേ അവിടെ ഒരു റെസിസ്റ്റൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവിടെ നിന്ന് ബ്രേക്കൗട്ട് എത്തി വീണ്ടും മൂവിങ് ആവറേജിൻ്റെ അവിടെ നിന്ന് ഞാൻ അടുത്ത ടാർഗറ്റ് സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായില്ല. അതിനുശേഷം അവിടെ നിന്ന് ബ്രേക്കൗട്ട് ഒന്നും കിട്ടിയിട്ട് പിന്നെ ഇവിടേക്ക് വന്നു. അപ്പോൾ ഇവിടെ നിന്ന് വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അതേപോലെ സെയിം തന്നെ മാറ്റർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് റെസിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവിടെ നിന്ന് ഒരു ക്യാൻഡിൽ നമുക്ക് ഇവിടെ ഇൻവെർട്ടഡ് ഹാമർ കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ അത് വന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് വന്നിട്ട് ഒരു മൂവിങ് ആവറേജ് വീണ്ടും സപ്പോർട്ട് എടുത്ത് പിന്നെയും ഒരു ബൂമിലേക്ക് പോയി. അതായത് വീണ്ടും ഒരു നല്ല രീതിയിൽ എത്രയാണോ വന്ന് വീണ്ടും ആ ഒരു മൂവ്മെൻറ്റ് വീണ്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ എനിക്കൊക്കെ 2x മേലെ പ്രോഫിറ്റ് ആയിരുന്നു. അതിനുശേഷം അത് ഹോൾഡ് ചെയ്തവർക്ക് 3x മേലെ പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ലൈവിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ പകുതി വെച്ചിട്ട് പിന്നെ വീണ്ടും 80% അല്ലെങ്കിൽ 40%, 60% സെല്ല് ചെയ്തിട്ട് ഈ ഒരു ടാർഗറ്റ് സെല്ല് ചെയ്തിട്ട് വീണ്ടും ഹോൾഡ് ചെയ്ത് വേണമെങ്കിൽ വെക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തവർക്ക് ലാഭം അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എടുക്കുന്ന കൂടെ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കുക, ലൈവിൽ പറ്റുകയാണെങ്കിൽ ഞങ്ങളും ജോയിൻ ചെയ്തിട്ട് അതിൽ ഞാൻ എടുക്കുന്ന ടൈമിൽ നിങ്ങൾ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അതിന് നേരെ ഓപ്പോസിറ്റാണ്. ഒരു റാലിയും ഇല്ല, ഒരു മണ്ണാടിയില്ല, ഒന്നുമില്ല. നമുക്ക് വെറുതെ കുറച്ച് ക്യാപിറ്റൽ ഉള്ളവർക്ക് അവസാനം വരെ എക്സ്പീരിയൻസ് അവസാനം വരെ വെച്ചിരിക്കുന്നൊരു ഫുള്ളായിട്ട് കളയാം. അപ്പോൾ അതാണ് ഇന്നത്തെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ സെല്ലേഴ്സിൻ്റെ ഡേ ആയിരുന്നു ഇന്നലെ ബയേഴ്സിൻ്റെ ഡേ, അതായത് നമ്മുടെ ഡേ, ഇന്ന് ഈ സെല്ലേഴ്സിൻ്റെ ഡേ. അപ്പോൾ
അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ലീവാണ്. ഇനി 2 ദിവസം കൊണ്ട് എന്തായാലും നല്ലൊരു ഗ്യാപ്പ് അപ്പോൾ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗണോ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ് സംഭവം ഇങ്ങനെ കളിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് മൺഡേ നമുക്ക് ട്രേഡിംഗ് ഡേ ആണ്. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് പ്ലാൻ ചെയ്യാം. മൺഡേ നമുക്ക് ലൈവിൽ പറയാം. അല്ലെങ്കിൽ ലൈവ് ഞാൻ നിർത്തുകയാണെങ്കിൽ ഞാൻ നിർത്തും ലൈവ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ വെറുതെ നെറ്റും കളഞ്ഞ് ഇരിക്കണ്ടല്ലോ എന്നുകൊണ്ടാണ് ഞാൻ. അല്ലെങ്കിൽ നെറ്റ്വർക്ക് പ്രോബ്ലംസാണ്, ലൈവിൽ എനിക്ക് വരാനൊന്നും പറ്റുന്നില്ല, അപ്പോൾ ക്ലിയർ ആവുന്നില്ല. അപ്പോൾ അതിനിടയിൽ കൂടെ ഞാൻ ഇതും വെറുതെ വെച്ചിട്ട് ഒരു കാര്യം യൂസ്ലെസ് ആണെന്ന് കൊണ്ടുള്ള ബേസിലാണ് ഞാൻ ലൈവ് നിർത്തിയിട്ട് പോയത്. അതിനുശേഷം ഞാൻ എൻ്റേതായിട്ടുള്ള പ്രൈവറ്റ് എന്തെങ്കിലും എൻ്റെ കാര്യങ്ങളിൽ ഞാൻ എൻഗേജഡായി. മാർക്കറ്റിൽ നിന്ന് ഫുള്ളായിട്ട് ഞാൻ ഒഴിഞ്ഞ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യും. വെറുതെ ഇരുന്ന് കഴിഞ്ഞ് നമുക്ക് ഇതിൽ ചിലപ്പോൾ ഓരോ ഓപ്പർച്യൂണിറ്റി വീണ്ടും തോന്നും. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് അങ്ങനെ ഇരിക്കാതെ ഇറങ്ങിപ്പോകുന്നതാണ് നമുക്ക് നല്ലത്. കാരണം വെച്ച് കഴിയുമ്പോൾ ഒരു ബയേഴ്സിന് ഇന്നൊരു ഗുണം ഉണ്ടായില്ല. അപ്പോൾ നമ്മളെ ക്യാഷ് കളയാതെ നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് നമ്മൾ എടുക്കുന്നത് എത്രയാണോ അതിൻ്റെ എത്രയൊരു അതായത് ഇപ്പോൾ 4/1 നമുക്ക് കളയാൻ കുഴപ്പമില്ല. അതിൻ്റെ കൂടുതൽ കളയാൻ നമുക്ക് പറ്റില്ല. കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രേഡറായി മാറാൻ പറ്റില്ല. വെറുതെ ക്യാഷ് കളയുന്ന ഒരാൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുകയാണ് ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം മൺഡേ നമുക്ക് ട്രേഡിംഗ് ഡേ തന്നെയാണ്. മൺഡേ ആണുള്ളത്. മൺഡേ നമുക്ക് ഇനി ലൈവും ട്രേഡിങ് ഒക്കെ പ്ലാൻ ചെയ്യാം. താങ്ക് യു.